നമസ്കാരം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ 2021 മുതൽ 25 വരെയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു ക്ലാസ് ആണ്, PYQ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. കേരളം രൂപീകൃതമായതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? കേരളം രൂപീകൃതമായതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? ഞാൻ ആൻസർ മാത്രമേ വായിക്കുന്നുള്ളൂ. ആൻസർ ഓപ്ഷൻ ബി, തവനൂർ സെൻട്രൽ ജയിൽ. കേരളം രൂപീകൃതമായതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിലാണ് തവനൂർ സെൻട്രൽ ജയിൽ. അപ്പോൾ മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തവനൂർ സെൻട്രൽ ജയിൽ എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. 4ാമത്തെ സെൻട്രൽ ജയിലാണ്. ഉദ്ഘാടനം ചെയ്തത് 2022 ജൂൺ 13. ഉദ്ഘാടനം ചെയ്തത് 2022 ജൂൺ 13 മലപ്പുറം ജില്ലയിലാണ്. 4ാമത്തെ സെൻട്രൽ ജയിലാണ്. 2022 ജൂൺ 13 ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു അലക്സാണ്ടർ ജേക്കബ്. ഓപ്ഷൻ സി, അലക്സാണ്ടർ ജേക്കബ് ആണ് 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ ജേക്കബ്. അടുത്ത ക്വസ്റ്റ്യൻ, ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നതിന് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 18-21 വയസ്സ്. ഓപ്ഷൻ ഡി ആണ്, 18-21 വയസ്സ്. അപ്പം ബോസ്റ്റൽ സ്കൂള് കേരളത്തില് കാക്കനാടാണ് ഒരേ ഒരു ബോസ്റ്റൽ സ്കൂൾ ഉള്ളത്. അപ്പൊ കേരളത്തിലെ ഏക സ്ഥാപനം എറണാകുളം ജില്ലയിലെ കാക്കനാടാണ് ബോസ്റ്റൽ സ്കൂൾ. ബോസ്റ്റൽ സ്കൂള് കൗമാരക്കാരായ കുറ്റവാളികളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത്. കൗമാരക്കാരായ കുറ്റവാളികളെ പാർപ്പിക്കാൻ. അതിനു വേണ്ടി കേരളത്തിലെ ആകെയുള്ള ഒരേ ഒരു സ്ഥലം എറണാകുളം ജില്ലയിലെ കാക്കനാടാണ്. അപ്പൊ എറണാകുളം ജില്ലയിലെ കാക്കനാടാണ് കേരളത്തിൽ ഇത്തരം കുറ്റവാളികളെ പുനരധിവാസത്തിനായി പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനം. എറണാകുളം ജില്ലയിലെ കാക്കനാട്. 18 മുതൽ 21 വയസ്സാണ് പ്രായം. കേരള ബോസ്റ്റൽ സ്കൂൾ ആക്ട് 1961 ആണ്. അപ്പൊ കേരള ബോസ്റ്റൽ സ്കൂൾ ആക്ട് 1961. ആദ്യകാലത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്നായിരുന്നു ഈ ബോസ്റ്റൽ സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പം എറണാകുളം ജില്ലയിലെ കാക്കനാടാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഒരേ ഒരു ബോസ്റ്റൽ സ്കൂൾ. 18 മുതൽ 21 വയസ്സ് പ്രായപരിധി. കേരള ബോസ്റ്റൽ സ്കൂൾ ആക്ട് 1961. അടുത്ത ക്വസ്റ്റ്യൻ, തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുമ്പാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെ? ഓപ്ഷൻ സി 1, 2, 4 ശരി. അപ്പം ഓപ്ഷൻ സി 1, 2, 4 ശരി. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ജില്ലാ കളക്ടർ ഈ സമിതിയിലെ അംഗമാണ്. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. അപ്പം സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ജില്ലാ കളക്ടർ ഈ സമിതിയിലെ അംഗമാണ്. അനൗദ്യോഗിക അംഗങ്ങൾ എണ്ണം 3 ആയിരിക്കും. ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം കണ്ണൂർ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2, 3 മാത്രമാണ്. അപ്പം ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം കണ്ണൂർ അല്ല. ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുരയിലാണ്. അപ്പൊ തിരുവനന്തപുരത്തുള്ള പൂജപ്പുരയിലാണ് ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് 1861 സ്ഥാപിതമായ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് കേരളത്തിലെ ഏറ്റവും പഴയ ജയിൽ. കോഴിക്കോട് സ്പെഷ്യൽ
സബ് ജയിലാണ് 1861 സ്ഥാപിതമായത്. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ 1861. ആദ്യത്തെ സെൻട്രൽ ജയിൽ ചോദിച്ചാൽ കണ്ണൂർ സെൻട്രൽ ജയിൽ 1869. ആദ്യത്തെ സെൻട്രൽ ജയിൽ ചോദിച്ചാൽ കണ്ണൂർ സെൻട്രൽ ജയിൽ 1869. ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുരയിലാണ്. സ്വാതന്ത്ര്യാനന്തരം പണിത ആദ്യ സെൻട്രൽ ജയിൽ ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലെ തവനൂർ സെൻട്രൽ ജയിലാണ്. സ്വാതന്ത്ര്യാനന്തരം പണിത ആദ്യ സെൻട്രൽ ജയിൽ മലപ്പുറം ജില്ലയിലെ തവനൂർ സെൻട്രൽ ജയിൽ. 2022 മലപ്പുറം ജില്ലയിലെ തവനൂർ സെൻട്രൽ ജയിൽ എന്നാണ് 2022 ജൂൺ 13 നാലാമത്തെ സെൻട്രൽ ജയിൽ കൂടിയാണ് തവനൂർ സെൻട്രൽ ജയിൽ. അപ്പോൾ ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ 1861. ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ 1869. തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സ്ഥാപിതമായത് 1886 പൂജപ്പുരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ സ്വാതന്ത്ര്യാനന്തരം പണിത ആദ്യ സെൻട്രൽ ജയിൽ തവനൂർ മലപ്പുറം സെൻട്രൽ ജയിലാണ്. 2022 ജൂൺ 13 സ്ഥാപിതമായത്. നാലാമത്തെ സെൻട്രൽ ജയിലാണ് തവനൂർ മലപ്പുറം. അടുത്തത് 3 തുറന്ന ജയിലുകളാണ് ഉള്ളത്. അതെ, 3 ഓപ്പൺ പ്രിസൺ ആണ് ഉള്ളത്. 3 ഓപ്പൺ പ്രിസൺ ആണ് ഉള്ളത്. നെട്ടുകാൽ തേരി തുറന്ന ജയിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് നെട്ടുകാൽ തേരി. അപ്പൊ നെട്ടുകാൽ തേരി ഓപ്പൺ പ്രിസൺ തിരുവനന്തപുരം ജില്ല 1962 സ്ഥാപിതമായി. നെട്ടുകാൽ തേരി ഓപ്പൺ പ്രിസൺ തിരുവനന്തപുരം 1962 സ്ഥാപിതമായി. ആദ്യത്തെ ഓപ്പൺ പ്രിസൺ ആണ്, അതുകൊണ്ട് വർഷം പഠിക്കണം. 1962 നെറ്റുകാൽ തേരി ഓപ്പൺ പ്രിസൺ തിരുവനന്തപുരം ജില്ല. രണ്ടാമത്തെ ഓപ്പൺ പ്രിസൺ ആണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനി. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയാണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ ഓപ്പൺ പ്രിസൺ. അപ്പൊ കാസർഗോഡ് ജില്ലയിലെ ചീമേനിയാണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ ഓപ്പൺ പ്രിസൺ. അടുത്തതായിട്ട് പൂജപ്പുരയിൽ വനിതകൾക്കായിട്ട് പ്രത്യേകമായിട്ട് ഒരു ഓപ്പൺ പ്രിസൺ ഉണ്ട്. പൂജപ്പുരയിൽ വനിതകൾക്കായിട്ടുള്ള ഓപ്പൺ പ്രിസൺ. പൂജപ്പുരയിൽ വനിതകൾക്കായിട്ടുള്ള ഓപ്പൺ പ്രിസൺ. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ജില്ലാ ജയിലുകളുടെ എണ്ണം 13. ജില്ലാ ജയിലുകൾ എത്ര ഉണ്ട്? 13 ജില്ലാ ജയിലുകളുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്. അപ്പം ഇത്രയും ജില്ലാ ജയിലുകളുണ്ട്. ജില്ലാ ജയിലുകൾ സാധാരണയായി 6 മാസം വരെ തടവ് ശിക്ഷ ലഭിച്ചവരുടെ വിചാരണ തടവുകാരെയുമാണ് പാർപ്പിക്കുന്നത്. അപ്പൊ ജില്ലാ ജയിലുകളിൽ സാധാരണയായി 6 മാസം വരെ തടവ് ശിക്ഷ ലഭിച്ചവരെയും വിചാരണ തടവുകാരെയുമാണ് പാർപ്പിക്കുന്നത്. 2 തരം തടവുകാരെയാണ് ജില്ലാ ജയിലിൽ പാർപ്പിക്കുന്നത്. 6 മാസം വരെ തടവ് ശിക്ഷയുള്ളവരെയും വിചാരണ തടവുകാരെയും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളിയാകുന്നവർ ആരൊക്കെ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തര മന്ത്രി. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളിയാകുന്നവരാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന ഒരു സമിതിയുണ്ട്. അതൊരു 6 അംഗ സമിതിയാണ്. ആ സമിതിയിൽ പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. പ്രധാനമന്ത്രിയുണ്ട്, ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇവർ 6 പേരുമാണ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി നിയമിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളിയാകുന്നവർ എന്നാണ്. കമ്മിറ്റിയിൽ 6 പേരും പിന്നെ ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതി നിയമിക്കുന്നു. കമ്മിറ്റിയിൽ ഒന്നുകൂടെ പറയാം ആരൊക്കെയാണെന്ന്. പ്രധാനമന്ത്രി, സമിതിയുടെ അധ്യക്ഷനായ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. ഇത്രയും പേരാണ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ?
അപ്പം 87ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അംഗങ്ങളെ നിയമിക്കുന്ന കമ്മിറ്റിയിലെ ഒരു അംഗമാണ് നിയമസഭാ സ്പീക്കർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലെ ആരൊക്കെയാണ് അംഗങ്ങള്? മുഖ്യമന്ത്രി ചെയർപേഴ്സണ്. അപ്പം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും മറ്റ് അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളാണ് മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. 4 അംഗങ്ങളാണ്. അപ്പം മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. അപ്പം ഇവരുടെ ശുപാർശയിന്മേൽ ആരാണ് നിയമിക്കുന്നത്? ഗവർണറാണ് നിയമിക്കുന്നത്. ചെയർപേഴ്സണെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയായിരിക്കും. അപ്പൊ നിയമിക്കുന്നത് ഗവർണറും ചെയർപേഴ്സണെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമായിരിക്കണം. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ തലത്തിലെ 6 അംഗ കമ്മിറ്റിയും സംസ്ഥാന തലത്തിലെ 4 അംഗ കമ്മിറ്റിയും ആയിരിക്കും നിയമിക്കുന്നത്. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. 3 വർഷം 70 വയസ്സ്. അപ്പോൾ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി. 5 വർഷമല്ല, 3 വർഷവും അല്ലെങ്കിൽ 70 വയസ്സ്. പുനർനിയമനത്തിന് അർഹനാണ്. അപ്പം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ 5 വർഷമല്ല, 3 വർഷം 70 വയസ്സാണ്. പുനർനിയമനത്തിന് അർഹനാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. 1998 ഡിസംബർ 11. ഡി ഓപ്ഷൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതാണ് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. അടുത്ത ക്വസ്റ്റ്യൻ, നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. അപ്പം ഇത് അന്നത്തെ ഒരു കറണ്ട് അഫെയർ ആണ്. ഇപ്പൊ അപ്ഡേറ്റ് ഉണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വി രാമസുബ്രഹ്മണ്യമാണ്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഇപ്പോഴത്തെ വി രാമസുബ്രഹ്മണ്യമാണ്. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വി രാമസുബ്രഹ്മണ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വി രാമസുബ്രഹ്മണ്യനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ്. സംസ്ഥാനം, ദേശീയം വി രാമസുബ്രഹ്മണ്യം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസ്. വി രാമസുബ്രഹ്മണ്യം കേന്ദ്രത്തിലും അലക്സാണ്ടർ തോമസ് സംസ്ഥാനത്തും. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിന് അധ്യക്ഷനാകാം. അപ്പൊ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിന് അംഗമാകാം. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 5 ഡിവിഷനുകളാണ് ഉള്ളത്. ശ്രീ രാജീവ് ജെയിൻ അംഗമായിരുന്നു, ഇപ്പോൾ വിരമിച്ചു. ഇപ്പോൾ ഉള്ള അംഗങ്ങളാണ് സുന്ദരേശും DM മുലായി. അപ്പൊ ജസ്റ്റിസ് M സുന്ദരേശ്, ഡോക്ടർ VM മുലായി, 2 അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. സുന്ദരേശും മുലായി. MM സുന്ദരേശ്, DM മുലായി, 2 അംഗങ്ങളാണ് നിലവിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമമാണ്. ഓപ്ഷൻ ബി ആണ്, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെ? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3, 4. അപ്പൊ 1, അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 5 പേരടങ്ങുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പേരുകൾ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്നു. 5 പേരല്ല, 3 പേരാണ്. പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്,
പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. ഇപ്പൊ 3 അംഗങ്ങൾ ആരൊക്കെയാണ് ഒന്നുകൂടെ പറയാം. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. ഇപ്പൊ 3 പേരടങ്ങുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളാണ് രാഷ്ട്രപതിക്ക് പേരുകൾ ശുപാർശ ചെയ്യുന്നത്. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്. ഇവരുടെ ശുപാർശ പ്രകാരമാണ്, ഈ 3 അംഗ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നിയമനം നടത്തുന്നത്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അപ്പൊ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ 3 അംഗ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലും 3 പേരാണ്. മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രി. മുഖ്യമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഈ കമ്മിറ്റിയിലെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ആയിരിക്കും. ദേശീയത്തില്, സംസ്ഥാനത്തില് മുഖ്യമന്ത്രിയും ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല. 2019 ഭേദഗതി പ്രകാരം കാലാവധി 3 വർഷം 65 വയസ്സാണ്. അപ്പം 3 വർഷം 65 വയസ്സാണ്. 2019 മുമ്പ് 5 വർഷമായിരുന്നു. ഇപ്പോൾ 3 വർഷം 65 വയസ്സാണ്. പുനർനിയമനം ഉണ്ടോ? കമ്മീഷണർമാർക്ക് അതേ പദവിയിൽ വീണ്ടും നിയമനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. കമ്മീഷണർമാർക്ക് അതേ പദവിയിൽ പുനർനിയമനം ഇല്ല. അതേ പദവിയിൽ പുനർനിയമനം ഇല്ല. 2019 ഭേദഗതി പ്രകാരം 3 വർഷം 65 വയസ്സ് അത് കേന്ദ്ര സർക്കാരാണ് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം 2019 വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം നിലവിൽ കേന്ദ്ര സർക്കാരാണ് കാലാവധി തീരുമാനിക്കുന്നത്. ഇപ്പോഴത്തെ കാലാവധി 3 വർഷം 65 വയസ്സാണ്. കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. അത് ഇപ്പം കേന്ദ്ര സർക്കാർ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് 3 വർഷം 65 വയസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അപ്പം അപ്ഡേറ്റ് ഉണ്ട്. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലും കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായറും ആണ്. ഇപ്പൊ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ, കേരളത്തിലെ വി ഹരിനായർ. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. രാജ്കുമാർ ഗോയൽ. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3, 4. ഇവയെല്ലാം ഉൾപ്പെടും. സർക്കാർ ഓഫീസുകൾ, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവയെല്ലാം ഉൾപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ഇപ്പൊ ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ശാരീരിക ചലനപരമായ ബുദ്ധി. ഓപ്ഷൻ ബി, ശാരീരിക ചലനപരമായ ബുദ്ധി. അടുത്ത ക്വസ്റ്റ്യൻ, മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം വികസിപ്പിച്ച വ്യക്തിയുടെ പേര്. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പൊ മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര് സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അയൽക്കാരുമായി നിരന്തരം ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? അയൽക്കാരുമായി നിരന്തരം ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ഡി, സാമൂഹികം. സാമൂഹിക സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അയൽക്കാരുമായിട്ട് നിരന്തരം ഉണ്ടാകുന്ന സംഘർഷം സാമൂഹിക സംഘർഷവുമായിട്ട്, സമ്മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
അപ്പോൾ അയൽക്കാരുമായി നിരന്തരം ഉണ്ടാകുന്ന സംഘർഷം ഏത് തരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? സാമൂഹികം. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത്? ഉത്കണ്ഠ. ഓപ്ഷൻ എ ഉത്കണ്ഠയാണ് ആൻസർ. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത് ഉത്കണ്ഠ. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത് ഉത്കണ്ഠ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. അപ്പം ആന്തരിക അഭിപ്രേരണ, ഉള്ളിൽ നിന്ന് തോന്നുന്ന പ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ. നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെൻട്രൽ ജയിൽ. അപ്പൊ ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിലാണ് സെൻട്രൽ ജയിൽ. ദീർഘകാല ശിക്ഷ ലഭിക്കുന്ന തടവുകാരെയാണ് ഇവിടെ പാർപ്പിക്കുന്നത്. കേരളത്തിൽ 4 സെൻട്രൽ ജയിലുകളാണ് ഉള്ളത്. കണ്ണൂര്, വിയ്യൂര്, പൂജപ്പുര, തവനൂർ. അപ്പൊ 4 സെൻട്രൽ ജയിലുകൾ ഏതൊക്കെയാ? കണ്ണൂര്, വിയ്യൂര്, പൂജപ്പുര, തവനൂർ. ദീർഘകാല ശിക്ഷ ലഭിക്കുന്ന തടവുകാരെയാണ് സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുന്നത്. 4 സെൻട്രൽ ജയിൽ കേരളത്തിലുണ്ട്. കണ്ണൂര്, വിയ്യൂര്, പൂജപ്പുര, തവനൂര്. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ സെൻട്രൽ ജയിൽ. ജില്ലാ ജയിലുകൾ വിചാരണ തടവുകാരെയും 6 മാസം വരെയുള്ള ചെറിയ ശിക്ഷ ലഭിക്കുന്നവരെയുമാണ് ഇവിടെ പാർപ്പിക്കുന്നത്. വിചാരണ തടവുകാരെ 6 മാസം വരെ തടവിൽ ശിക്ഷ ലഭിക്കുന്നവരെ. ഓപ്പൺ പ്രിസണിൽ ശിക്ഷാ കാലാവധിയുടെ നല്ലൊരു ഭാഗം പൂർത്തിയാക്കിയ സ്വഭാവ ഗുണമുള്ള തടവുകാരെയാണ് ഇവിടെ പാർപ്പിക്കുന്നത്. ഇവർക്ക് കൃഷി ഉൾപ്പെടെ ജോലികൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകും. അപ്പം തുറന്ന ജയിലുകളിൽ പാർപ്പിക്കുന്നത് ശിക്ഷാ കാലാവധിയുടെ നല്ലൊരു ഭാഗം പൂർത്തിയാക്കിയ സ്വഭാവ ഗുണമുള്ള തടവുകാരെയാണ് തുറന്ന ജയിലിൽ പാർപ്പിക്കുന്നത്. സബ് ജയിലില് വിചാരണ തടവുകാരെയും റിമാൻഡ് പ്രതികളെയും പാർപ്പിക്കുന്നു. സബ് ജയിലില് വിചാരണ തടവുകാരെയും റിമാൻഡ് പ്രതികളെയും പാർപ്പിക്കുന്നു. പ്രത്യേക ജയിലുകൾ, സ്ത്രീകൾക്കായിട്ട് പ്രത്യേക ജയിലുകൾ എവിടെയൊക്കെയുണ്ട്? തിരുവനന്തപുരം, വിയ്യൂര്, കണ്ണൂരുണ്ട്. അപ്പൊ സ്ത്രീകൾക്കായിട്ട് പ്രത്യേക ജയിലുകൾ, പ്രത്യേക ജയിൽ എന്ന് പറഞ്ഞൊരു ജയിലുണ്ട്. അവിടെ സ്ത്രീകൾക്കായിട്ട് പ്രത്യേകം ജയില് തിരുവനന്തപുരം, വിയ്യൂര്, കണ്ണൂരുണ്ട്. പിന്നെ അതിസുരക്ഷാ ജയിലുകളും കേരളത്തിലുണ്ട്. അപ്പൊ സ്ത്രീകൾക്കായിട്ടുള്ള പ്രത്യേക ജയിലുകൾ എവിടെയൊക്കെയാ? തിരുവനന്തപുരം, വിയ്യൂര്, കണ്ണൂര്. അപ്പൊ ഒന്നുകൂടെ പറയാം, സെൻട്രൽ ജയിലുകൾ ദീർഘകാല ശിക്ഷ ലഭിക്കുന്ന തടവുകാരെയാണ് ഇവിടെ പാർപ്പിക്കുന്നത്. കേരളത്തിൽ 4 സെൻട്രൽ ജയിലുകളാണ് ഉള്ളത്. കണ്ണൂര്, വിയ്യൂര്, പൂജപ്പുര, തവനൂര്. കണ്ണൂര്, വിയ്യൂര്, പൂജപ്പുര, തവനൂര്. തവനൂര് മലപ്പുറം ജില്ലയാണ്. 2022 വന്നത്. അപ്പം ജില്ലാ ജയിൽ, പിന്നെ ജീവപര്യന്തം തടവുകാരെയും സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നത്. ജില്ലാ ജയിലുകൾ വിചാരണ തടവുകാരെ 6 മാസം വരെയുള്ള ചെറിയ ശിക്ഷ ലഭിക്കുന്നവരെയുമാണ് ഇവിടെ പാർപ്പിക്കുന്നത്. കേരളത്തിൽ 13 ജില്ലാ ജയിലുകളുണ്ട്. തുറന്ന ജയിലുകൾ ശിക്ഷാ കാലാവധിയുടെ നല്ലൊരു ഭാഗം പൂർത്തിയാക്കിയ സ്വഭാവ ഗുണമുള്ള തടവുകാരെയാണ് ഇവിടെ പാർപ്പിക്കുന്നത്. ഇവർക്ക് കൃഷി ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകും. സബ് ജയിലുകൾ വിചാരണ തടവുകാരെ റിമാൻഡ് പ്രതികളെയും പാർപ്പിക്കുന്നത് സബ് ജയിലാണ്. പ്രത്യേക ജയിലുകൾ സ്ത്രീകൾക്കായിട്ട് പ്രത്യേക ജയിലുകളുണ്ട്. തിരുവനന്തപുരം, വിയ്യൂര്, കണ്ണൂര്. തിരുവനന്തപുരം, വിയ്യൂര്, കണ്ണൂര്. അതീവ സുരക്ഷാ ജയിലും കേരളത്തിലുണ്ട്. കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ, റിപ്പീറ്റ് ആണ്. അപ്പൊ തവനൂർ, ഓപ്ഷൻ സി ആണ്. തവനൂര് മലപ്പുറം ജില്ലയിലാണ്. 2022 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ രൂപീകരിച്ചതാണ്. 4ാമത്തെ സെൻട്രൽ ജയിലാണ്. 2022 ജൂൺ 13 കേട്ടോ. തവനൂര് മലപ്പുറം ജില്ലയിലെ 2022 ജൂൺ 13 4ാമത്തെ സെൻട്രൽ ജയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക. ഓപ്ഷൻ ബി ആണ്, വനിതാ ജയിൽ സൂപ്രണ്ട്. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക വനിതാ ജയിൽ സൂപ്രണ്ട്. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തികയാണ് വനിതാ ജയിൽ സൂപ്രണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നെട്ടികാൽ തേരി തുറന്ന ജയിൽ രൂപീകൃതമായ വർഷം. 1962. ഓപ്ഷൻ ബി ആണ്, 1962. തിരുവനന്തപുരം ജില്ലയിലാണ് നെട്ടികാൽ തേരി. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ പ്രസൻ ആണ് നെട്ടികാൽ തേരി.
1962 രൂപീകൃതമായത്. 1962 ഓഗസ്റ്റ് 28 രൂപീകൃതമായത്. തിരുവനന്തപുരം ജില്ലയിലാണ്. കേരള സംസ്ഥാനത്തിലെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ്. അപ്പൊ കേരളത്തിലെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. പൂജപ്പുരയിലാണ്. അപ്പൊ 2017 പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ കേരളത്തിലെ ഏക വനിതാ തുറന്ന ജയിൽ തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ്. എന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്? 2017. തിരുവനന്തപുരം സെൻട്രൽ ജയിലിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വനിതകൾക്കുള്ള ഓപ്പൺ പ്രിസൺ പൂജപ്പുരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2017. കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ ആദ്യത്തെ വനിതാ തുറന്ന ജയിലുകളിൽ ഒന്നാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ ആദ്യത്തെ വനിതാ തുറന്ന ജയിലുകളിൽ ഒന്നാണ് ഈ തിരുവനന്തപുരം പൂജപ്പുരയിലെ വനിതകൾക്കായിട്ടുള്ള ഓപ്പൺ പ്രിസൺ. അപ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ ആദ്യത്തെ വനിതാ തുറന്ന ജയിലുകളിൽ ഒന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻ ബി ആണ് PA2 DGP. PA2 DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 2005 വിവരാവകാശ നിയമത്തിലെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? വിജിലൻസ് ആണ് ഉൾപ്പെടാത്തത്. ബാക്കിയുള്ളവ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ 2 പട്ടികകളാണ് വിവരാവകാശ നിയമത്തിലുള്ളത്. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നത്? ഇതാണ് 2ാം പട്ടിക. ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു, വിവരങ്ങൾ നിഷേധിക്കുന്നു, ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കില്ല, അതാണ് 2ാം പട്ടികയിൽ. 1ാമത്തെ പട്ടികയില് സത്യപ്രതിജ്ഞ. കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞ 1ാം പട്ടിക. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയാണ് 1ാമത്തെ പട്ടിക. 2ാമത്തെ പട്ടിക ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകാനുള്ള പരമാവധി സമയം? വിവരാവകാശ നിയമപ്രകാരം സാധാരണയുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി നൽകാനുള്ള പരമാവധി സമയം? ഓപ്ഷൻ സി 30 ദിവസമാണ്. പരമാവധി സമയം 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ ലഭിച്ചാൽ സാധാരണഗതിയിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകേണ്ടതാണ്. അപ്പൊ 30 ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മറുപടി നൽകണം. ജീവനെയോ സ്വത്തിനെയോ സാന്ദ്രതയോ ബാധിക്കുന്ന കാര്യങ്ങൾ, ഒരാളുടെ ജീവനെയോ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ നേരിട്ട് ബാധിക്കുന്ന വിവരമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരം നൽകുന്നതെങ്കിൽ മറുപടി നൽകാൻ 35 ദിവസം വരെ സമയമെടുക്കാം. 35. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്? ഓപ്ഷൻ എ ആണ് ആൻസർ. വിവരം പരസ്യമാക്കപ്പെടേണ്ടെന്ന് കോടതി വിധിയുള്ളവ. വിവരം പരസ്യമാക്കപ്പെടുത്തേണ്ടെന്ന് കോടതി വിധിയുള്ളവ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന് കോടതി വിധിയുള്ളവ. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം വെളിപ്പെടുത്താവുന്ന വിവരങ്ങളാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് വൈസ് പ്രസിഡന്റ്. ഉൾപ്പെടത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത്? ഓപ്ഷൻ എ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നമുക്കറിയാം, അധ്യക്ഷ പദവി വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി റിട്ടയർ ആയിരിക്കണം.
ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ്. ഓപ്ഷൻ ബി ആണ് 2(1)(c) ആണ്. 2(1)(c) ആണ് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്നത്. 2(1)(c) റിപ്പീറ്റ് ആണ്, മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 2(1)(c). അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രത്യേക റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് സമർപ്പിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ. ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലയളവ്. ഓപ്ഷൻ എ ആണ് 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുണ്ട്. അപ്പൊ 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുണ്ട്, നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആര്? ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ബി ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പൊ മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ, മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം. മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരിക ലക്ഷണം. ഓപ്ഷൻ എ ആണ് ആൻസർ, വർദ്ധിച്ച ഹൃദയമിടിപ്പ്. അപ്പം ഉത്കണ്ഠയുടെ ശാരീരിക ലക്ഷണം ഏത്? വർദ്ധിച്ച ഹൃദയമിടിപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഹൊവാൾഡ് ഹാർഡനർ. അപ്പൊ ഹൊവാൾഡ് ഹാർഡനർ ആണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. ഹൊവാൾഡ് ഹാർഡനർ. അടുത്ത ക്വസ്റ്റ്യൻ, മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെ കുറിച്ച് ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ആത്മസാക്ഷാത്കാര ആവശ്യം. ആത്മസാക്ഷാത്കാര ആവശ്യം. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെ കുറിച്ച് ശ്രേണിപരമായ സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യമാണ് ആത്മസാക്ഷാത്കാര ആവശ്യം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. അപ്പൊ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. ഓപ്ഷൻ ബി ആണ് ആൻസർ, 1, 2, 3. ഭീകരവാദികൾ, അപകടകാരിയായ തടവുകാർ, തീവ്രവാദികൾ. അപ്പൊ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ടവരാണ് ഇവര്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്ത ഓപ്ഷൻ ഇവിടെ ബി ആണ്, ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും എന്നുള്ളതാണ് തെറ്റ്. അപ്പം ഇവിടുത്തെ ആക്ട് നോക്കണം, 2010 കേരള പ്രിസൺ ആക്ട് എന്താണെന്ന് ചോദിക്കും. 2010 അത് പ്രകാരം പരോളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കില്ല. ബാക്കി ശരിയായിട്ടുള്ളത് വായിക്കാം. വ്യവസ്ഥകൾക്ക് വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം. അടുത്ത ബന്ധുവിന് ഗുരുതരമായ രോഗമോ മരണമോ കാരണമോ പരോൾ നൽകാം. മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതിയോ ഉണ്ടെങ്കിലും പരോൾ നൽകാം.
അടുത്ത ക്വസ്റ്റ്യൻ, തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു കൗൺസിലറെ പ്രവർത്തിക്കേണ്ടത് ആരാണ്? അപ്പോൾ ഒരു കൗൺസിലറായിട്ട് പ്രവർത്തിക്കേണ്ടത് ആരാണ്? അപ്പോൾ തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് വെൽഫെയർ ഓഫീസർ. ഓപ്ഷൻ ഡി ആണ് വെൽഫെയർ ഓഫീസർ. അടുത്ത ക്വസ്റ്റ്യൻ, 2014 കേരള പ്രിസണും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിലെ അംഗം അല്ലാത്തതാരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. പോലീസ് DGP അംഗമല്ല. ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ അംഗങ്ങളാണ്. ജയിൽ DGP, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ, ജില്ലാ ജഡ്ജിമാരൊപ്പം അംഗങ്ങളാണ്. ഇപ്പൊ 2014 കേരള പ്രിസൺ സംശുദ്ധീകരണ സന്മാർഗിക സേവന നിർവഹണ ചട്ടങ്ങൾ എന്നാന്ന് ചോദിക്കും. അത് 2014 പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിലെ അംഗമല്ലാത്തതാണ് പോലീസ് DGP. ജയിൽ DGP അംഗമാണ്, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ അംഗമാണ്, ജില്ലാ ജഡ്ജി അംഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 3 മാത്രം ശരിയാണ്. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികൾക്കായുള്ള തടവുകാർക്ക് കൂടുതൽ. അപ്പൊ തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായിട്ടുള്ള തടവുകാർക്ക് കൂടുതലാണ്. അപ്പൊ തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായിട്ടുള്ള തടവുകാർക്ക് കൂടുതലാണ്. അപ്പൊ തുറന്ന ജയിലുകളിൽ അന്തേവാസികൾക്കുള്ള തടവുകാർക്ക് വേതനം കൂടുതലാണ്. 3, അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഈ തടവുകാർ ആർജിക്കുന്ന വേതനം മുഴുവനായും കുടുംബത്തിന് അയച്ചു കൊടുക്കുകയല്ല. തടവുകാരുടെ 50%, അപ്പം അധ്വാനിക്കുന്ന 50% വിഹിതം ജയിലിലെ ആവശ്യത്തിനോ അല്ലെങ്കിൽ വിടുന്ന സമയത്ത് കൈപ്പറ്റാനോ സാധിക്കും. അപ്പൊ ജയിലിലെ ആവശ്യത്തിന് 50%, ഇരകൾക്ക്, അപ്പൊ കുറ്റക്കാരനാൽ ആയപ്പെട്ടവർക്ക് 25% നൽകും. അപ്പം തടവുകാരൻ ചെയ്ത കുറ്റത്തിന് ഇരയായവർക്കോ അവരുടെ കുടുംബത്തിനോ നഷ്ടപരിഹാരം സംഭവിക്കുന്നതിനായി രൂപീകരിച്ച വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്, വിക്ടിം കോമ്പൻസേഷൻ ഫണ്ട്. അതില് വേതനത്തിന്റെ 25% നൽകും, കുടുംബത്തിന് 25% നൽകും. അങ്ങനെയാണ് തടവുകാരുടെ വേതനം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. 50% തടവുകാരന് ലഭിക്കും, 25% ഇരകൾക്ക് കൊടുക്കും, 25% കുടുംബത്തിന്. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത്? ഓപ്ഷൻ എ ആണ് ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തതാണ് ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ളവ നേരിട്ടുള്ള അധികാരത്തിൽ വരുന്നവയാണ്. അപ്പം വരാത്തതാണ് ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തതാരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തി. സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത്. അപ്പം സുപ്രീം കോടതി ജഡ്ജി ആയ വ്യക്തി നമുക്കറിയാം ദേശീയത്തിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആരോപിക്കപ്പെടുന്ന വ്യക്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്താൻ പാടുള്ളതല്ല? ആൻസർ ഓപ്ഷൻ സി ആണ്, 1 വർഷം. അപ്പൊ ആരോപിക്കപ്പെടുന്ന വ്യക്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്താൻ പാടില്ലെന്ന് വെച്ചാൽ 1 വർഷം വരെയുള്ള കേസുകളാണ് എടുക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്?
ഓപ്ഷൻ ഡി IG. IG റാങ്കാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? IG റാങ്കിൽ കുറയരുത്. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ട കമ്മിറ്റിയിലെ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നവരിൽ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ്, നിയമമന്ത്രി അംഗമല്ല. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമപ്രകാരം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ സി 48 മണിക്കൂർ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 92 ക്യാൻസൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 93. വിവരം ലഭിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത് അനുച്ഛേദം ഉറപ്പ് നൽകുന്നു? ഓപ്ഷൻ എ ആണ് 19. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുന്നതോ പെടുത്തുകയോ ചെയ്തിട്ടുള്ള 250 വീതം ഓരോ ദിവസവും പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാണ്? ഓപ്ഷൻ സി 25,000. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് 1, 2, 3. അപ്പം മന്ത്രിസഭയുടെ തീരുമാനങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും നമുക്കത് വിവരമായി ലഭിക്കും, ബാക്കിയൊന്നും ലഭിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാ മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർന്നിട്ടാണ്? ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ഓപ്ഷൻ സി ആണ്, ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ഇത് ഈഗോ, സൂപ്പർ ഈഗോ. അടുത്ത ക്വസ്റ്റ്യൻ. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാക്കുന്ന ആരോഗ്യപരമായ മനോസാന്ത്വന രീതി ഏത്? ഓപ്ഷൻ സി ആണ്, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. എബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതയുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരത്തിലാണ് എബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷി സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാര ഘട്ടത്തിൽ. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തെരഞ്ഞെടുക്കുക. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം മാത്രം ശരിയാണ്. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. അപ്പം ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭയവും ഉത്കണ്ഠയും പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഹൊവാൾഡ് ഗാർഡറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വ സ്വഭാവം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ 81ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 83ാമത്തെ ക്വസ്റ്റ്യൻ. തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഠനാവശ്യത്തിനായി മോചിപ്പിക്കുന്നതിന് സർക്കാർ അധികാരം നൽകുന്ന ക്രിമിനൽ നടപടിച്ചട്ടം. തടവ് ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിയെ പഠനാവശ്യത്തിനായി മോചിപ്പിക്കുന്നതിന് സർക്കാർ അധികാരം നൽകുന്ന ക്രിമിനൽ നടപടിച്ചട്ടമാണ്. ഓപ്ഷൻ എ 432 സബ്സെക്ഷൻ 6. 432 സബ്സെക്ഷൻ 6 ആണ്
തടവ് ശിക്ഷ അനുഭവപ്പെടുന്ന വ്യക്തിയെ പഠനാവശ്യത്തിനായി മോചിപ്പിക്കപ്പെടുന്നത് സർക്കാർ അധികാരം നൽകുന്ന ക്രിമിനൽ നടപടി ചട്ടം. 54ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശിക്ഷാ പ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനായി ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ശിക്ഷാ പ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ഓപ്ഷൻ ഡി, ജയിൽ വകുപ്പ് മേധാവിയാണ് ആൻസർ. 86ാമത്തെ ക്വസ്റ്റ്യൻ, 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ഓപ്ഷൻ എ, രാഷ്ട്രപതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സോവിഷ്യോ മെമ്പർ അല്ലാത്തതാര്? ഓപ്ഷൻ ബി, കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയാണ്. എക്സോവിഷ്യോ മെമ്പർ അല്ലാത്തത് കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ഓപ്ഷൻ സി, പ്രധാനമന്ത്രിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ ആണ്. ഓപ്ഷൻ എ, സെക്രട്ടറി ജനറൽ ആണ് മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഓപ്ഷൻ എ, സുഷമ സിംഗ് ആണ്. ഓപ്ഷൻ എ, സുഷമ സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമ പ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ്? ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. ഓപ്ഷൻ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് ഇവയൊന്നുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം? ഓപ്ഷൻ സി, വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ സി ആണ്, APJ അബ്ദുൽ കലാം. അപ്പൊ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ, രാഷ്ട്രപതി. ഓപ്ഷൻ എ, രാഷ്ട്രപതിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെ നിയമിക്കുന്നത്. മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് നമുക്കറിയാം, ഫ്രോയിഡ്, സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ദൃശ്യ സ്ഥല ബുദ്ധി, സ്പെഷ്യൽ ബുദ്ധി കൂടുതലായിട്ടുള്ളത് ആർക്കാണ്? ഓപ്ഷൻ എ, ശില്പികൾ. ഓപ്ഷൻ എ, ശില്പികൾക്കാണ് ദൃശ്യ സ്ഥല കാല ബുദ്ധി, സ്പെഷ്യൽ ബുദ്ധി ഉള്ളത് ശില്പികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി, പാരിസ്ഥിതിക. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷ്യം നേടിയെടുക്കുന്നതിന് തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു? ഓപ്ഷൻ ഡി ആണ്, ഇച്ഛാഭംഗം ഉണ്ടാകുന്നത്. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഇച്ഛാഭംഗമാണ് ഉണ്ടാകുന്നത്.
ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടിയല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ആന്തരിക അഭിപ്രേരണ. ഓപ്ഷൻ ബി ആന്തരിക അഭിപ്രേരണയ്ക്ക് എക്സാമ്പിൾ ആണ്. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ഏതൊരു അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. ഓക്കെ, 2021 മുതൽ 25 നിലവിൽ ഉള്ളത് വരെയുള്ള പ്രിസൺ ഓഫീസറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പൊ നന്നായിട്ട് എക്സാം എഴുതുക. നന്ദി, നമസ്കാരം.